ഹലോ. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേദിവസം വൈകുന്നേരം കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾ വിളിച്ചിട്ട് പറയുന്നത്. അവളെന്ന് ഉദ്ദേശിച്ചത് അനിയത്തി സൂഫി. അവൾ വിളിച്ചിട്ട് പറഞ്ഞു, വാടി നമുക്ക് തൊടുപുഴയൊക്കെ കറങ്ങിയിട്ട് പയ്യെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അമ്മച്ചിയുണ്ട് കൂടെ, പിള്ളേരും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനും അഫ്ലുവും കൂടെ അങ്ങോട്ട് ചെന്നു. അവരുടെ അപ്പോൾ അനിയൻ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങാണ്ട് കൊണ്ടുവന്ന 2 ചെരുപ്പുണ്ടായിരുന്നു, അതവിടെ തയ്പ്പിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറേ സമയം, അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് പോയി ഇരിക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ഉദ്ദേശിച്ചായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. എന്താണെന്ന് അറിയത്തില്ല. അന്ന് പാർക്ക് അടച്ചിട്ടേക്കോട്ടെ, എന്ത് കാരണം എന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ആകപ്പാടെ വിഷമമായിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഇത്രയും നാളും നേരത്തെ ഒന്നും അവിടെ അത്ര നല്ല ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അടിപൊളിയായിട്ട് നന്നായിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ആട്ടോ അവിടെ. ഇപ്പോൾ ഇരിക്കാനൊക്കെ ആണെങ്കിലും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൊച്ചിന് കേക്ക്, മാളുവിന് ഡോണറ്റ്, പിന്നെ അമ്മൂസിന് ഫ്രൂട്ട് സലാഡ്, ആഫ്ലുവിനൊരു മിനി ഫലൂഡ, അമ്മച്ചിക്കും അവൾക്കും ഫലൂഡ. ഞാനൊരു സ്ട്രോങ് ചായ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് പോവല്ലേ. അപ്പോൾ പിന്നെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന രാവിലത്തെ ചപ്പാത്തിയും പയറും ഒക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വയറ് ഫുൾ ലോഡാണ്. അപ്പോൾ ഞാൻ ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ എല്ലാവരും അവരവരുടെ ഫുഡ് കഴിക്കുക. പക്ഷേ അഫ്ലുവിൻ്റെ ഈ ഫലൂഡ ഞാൻ മിനി ഫലൂഡ പറഞ്ഞത് തന്നെ അവൻ ഫുള്ള് കഴിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതും അവൻ കംപ്ലീറ്റ് ആക്കും എന്നെനിക്ക് യാതൊരു ഉറപ്പുമില്ല കേട്ടോ, ഒരു വിശ്വാസമില്ല. കാരണം അവനങ്ങനെ കഴിക്കാറില്ല. പിന്നെ കൊച്ചിൻ്റെ കേക്കും കൊച്ചു കുറച്ചൊക്കെ തോണ്ടി നോക്കിയിട്ട് അവിടെ വെച്ചു. അത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി. അതുപോലെ തന്നെ എല്ലാവരുടെ എല്ലാ ഫുഡും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ. അതിൽ എൻ്റെ ചായ മാത്രമേ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തുള്ളൂ. കാരണം നല്ല സ്ട്രോങ് ചായ ആയിരുന്നു. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് സ്ട്രോങ് ചായ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിന് നല്ല കയ്പ്പായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ ഒത്തിരി ഫുഡ് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നുമായിരുന്നു. എങ്കിലും ഇപ്പം ഇതൊന്നും കാണുമ്പോൾ കഴിക്കാനേ തോന്നുന്നില്ല കേട്ടോ. വയറ് ഫുള്ളോടാണ് ഒന്നാമത്. പിന്നെ അതുമല്ല, എനിക്കെന്തോ ഇപ്പം അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. പിന്നെ കുറേ ചോക്ലേറ്റ്സും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ അവൾ പറഞ്ഞു, നമുക്ക് പയ്യെ നടന്നാലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു രസമല്ലേ, കാറ്റൊക്കെ കൊണ്ട് നടന്നേക്കാം, വയറും എല്ലാവരുടെയും ഫുൾ ലോഡാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ നടന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.